SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖലീഫ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്നിരിക്കുന്ന സിനിമ ഖലീഫയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ടീസർ, ട്രെയിലർ ഹൈപ്പ് അങ്ങോട്ട് കയറുവാണ്. ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയൊരു ഫാക്ടർ നമ്മുടെ ലാലേട്ടൻ നല്ലൊരു റോൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമ ഞാൻ കാണാൻ ചെന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതങ്ങനെ അത്ര വർക്കായിട്ടില്ല. കാര്യം ഇതൊരു 10 വർഷമോ 15 വർഷമോ മുൻപേ ഇറങ്ങിയിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു പോക്കിരി രാജ ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ വർക്കായേനേന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം പഴകിയ സ്റ്റോറിയാണ്, എല്ലാം എക്സ്പെക്റ്റഡ് ആണ്, ക്ലീശ പരിപാടി തന്നെയാണ്. ഇതിനകത്ത് ഇനി പറയാൻ പോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, അതിനകത്ത് സ്മഗ്ലിങ് ചെയ്യുന്ന സീക്വൻസ് കാര്യങ്ങൾ അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് ആൻഡ് സഞ്ജു ശിവറാം ഇവരുടെ ആ കോമ്പിനേഷനിൽ വരുന്ന 1-2 സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇഷ്ടപ്പെട്ടതിനകത്തുള്ള സ്റ്റണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജ് ഇല്ലാത്ത സീക്വൻസിലൊരു സ്റ്റണ്ടാണ്. അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. തിയേറ്ററിൽ നല്ലൊരു ഗൂസ്പം തന്നൊരു സാധനം തന്നെയായിരുന്നു. പിന്നെ BGM ഒരുവിധം നല്ല തന്നെയായിരുന്നു, ഒരു ഇമ്പാക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്ര ഇമ്പാക്റ്റ് ചില സ്ഥലങ്ങളിൽ തോന്നിയില്ല, എങ്കിലും ടോട്ടലി കൊള്ളാമായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയാനുള്ളത്. ഇനി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 10-15 വർഷം മുൻപ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല ഇതാവാമായിരുന്ന ഒരു സ്ക്രിപ്റ്റ്. അടുത്തത് ക്യാമിയോയുടെ ഒരു കാര്യമാണ്. ഒരുപാട് ക്യാമിയോസ് വന്നു പോകുന്നുണ്ട്. അതിൽ വരുന്ന നമുക്ക് എന്തായാലും അറിയാം, ലാലേട്ടൻ്റെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല. മാർക്കറ്റിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒരു സീക്വൻസ്, ഞാൻ നേരത്തെ ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസിലൊന്ന് വിട്ടുപോയ സംഭവമുണ്ട്. ഇതിനകത്ത് ഒരു ഫോട്ടോ കാണിക്കുന്ന ഒരു സീനുണ്ട്. ദാറ്റ്സ് എനഫ്. അത് തന്നെ മതിയായിരുന്നു, ആ ഒരു സംഭവം തന്നെ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഈ ലാലേട്ടൻ്റെ ആ സീൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ക്യാമിയോസ് അല്ലാതെ 2-3 ക്യാമിയോസ് ഉണ്ട്, അതൊന്നും എനിക്കത്ര വലിയൊരു ഇമ്പാക്റ്റൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ. മൊത്തത്തിൽ സ്ക്രിപ്റ്റും ഇതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം. വേറൊന്നുമില്ല. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റണ്ട് ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് പൃഥ്വിരാജിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പക്ക ഫൈറ്റ് സീൻ കാണാനാണെങ്കിൽ പോയി ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ഒരു സംശയമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. പക്ഷേ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ലോക്ക് എന്ന് പറഞ്ഞ സാധനമൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനുള്ളത് നിങ്ങളെ ആയിരിക്കും എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. എനിക്ക് പക്ഷേ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഓണത്തിന് ഒരു സിനിമ കൂടിയുണ്ട്, നമ്മുടെ ബത്ലഹേം ഫുട്ബോൾ യൂണിറ്റ്. അതെന്തായാലും കാണട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും